ആരംഭിക്കില്ല. മലപ്പുറത്ത് മതരാഷ്ട്രീയക്കാർ മലപ്പുറത്തെ ഇവിടുത്തെ മാനവികതയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ മതരാഷ്ട്രീയക്കാർക്കെതിരെ മാത്രമാണ് ഞങ്ങളുടെ പോരാട്ടം, മതത്തിനെതിരായിട്ടല്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഷിയാഷ്മി, ഞാൻ പറയാം ഒന്ന്, ഞാൻ ആദ്യം ആ ബൈറ്റ് ഒന്ന് പ്ലേ ചെയ്യാം. പെൺകുട്ടികളെ കാണും നിങ്ങൾ, തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മതിയല്ലോ, അത് അദ്ദേഹം പറഞ്ഞല്ലെന്ന് അദ്ദേഹം പറയില്ലല്ലോ അല്ലെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അദ്ദേഹം ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. 45 മിനിറ്റിന്റെ ഒരു പ്രസംഗത്തിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും വരികൾ വെട്ടിമാറ്റിയിട്ട് അരവരി വർത്താനം പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് എഴുന്നള്ളിക്കാൻ വന്നാൽ അത് കൈ വെച്ചാ മതി. അതുകൊണ്ട് വെക്കുകയാണ് 45 മരുന്നുമായിട്ട് വന്ന ഡോക്ടർ ഇതാണോ പറയാനുള്ളത്? നിങ്ങളുടെ തുണ്ട് വേണ്ട, എന്തോ എങ്ങനെ നിങ്ങളുടെ തുണ്ട് അത് എന്താണ് സാർ, ഇതാണോ താങ്കൾ പറയാൻ വന്നത്? നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. അത് അങ്ങ് പറയേണ്ടത് ഈ ചാനൽ ചർച്ച ചെയ്തിട്ടല്ല, തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ക്ലിപ്പ് ഹൗസിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടാവും, മുഖാമുഖം ഇരുത്തിയിട്ട് പറയണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ആ ലേഖനത്തിൽ പറഞ്ഞത് തെറ്റാണ്, അത് മലപ്പുറത്തുകാരല്ല 5 ജില്ലകളിലെ ആളുകൾ ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് എന്നൊരു വാചകം കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ അത് മലപ്പുറത്തിന്റെ പേരിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് പറയാതിരുന്ന ഞങ്ങളുടെ പ്രശ്നം. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഞങ്ങളോട് ചോദിക്കുക മലപ്പുറത്തുകാരാണോ അല്ലെന്ന് ഞങ്ങൾ 1000 തവണ പറഞ്ഞതല്ലേ. അത് തിരിയാത്ത ഒരാൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തത്. അനിൽകുമാർ ചാനൽ ചർച്ച ചെയ്തിട്ട് വെറുതെ വർത്തമാനം പറയല്ല, ആദ്യം സ്വന്തം മുഖ്യമന്ത്രിയെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.